ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ്. ഇന്നിവിടെ ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പോസ്റ്റാണ്. കാരണം രാവിലെ തന്നെ ചേച്ചി ഡ്യൂട്ടിക്ക് പോയി, രാവിലെ നേരത്തെ പോയി, പിന്നെ ഉച്ചയ്ക്ക് വരുള്ളൂ. അമ്മ അമ്പലത്തിൽ എവിടേക്കോ പോയിരിക്കുകയാണ്, അച്ഛനും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ടോട്ടലി ഞാൻ അവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് മാറ്റാൻ വേണ്ടി റൂബിനെ അയച്ചു വിട്ടാണ്. നോക്കുമ്പോൾ റൂബി ഇവിടെ വന്ന് ഭയങ്കര കുരുത്തക്കേട്. അപ്പോൾ ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ടു. കാണിച്ചു തരാം. എന്നിട്ട് ഇതാ ഗൈസ്, റൂബി ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുകയാണ്. ആൾ കുറച്ച് ആറ്റിറ്റ്യൂഡിലാണ്, കണ്ട നല്ല ഗൗരവത്തിലിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ഒതുങ്ങിയിരിക്കുന്നില്ല കേട്ടോ. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടു. അപ്പോൾ ആളിത് അങ്ങനെ ഇരിക്കുകയാണ്. കണ്ട ആ സങ്കടഭാവം നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഈ കെട്ടിയിടുമ്പോൾ മാത്രം ഈ സങ്കടത്തോടെ ഇരിക്കുള്ളൂ. ഇത് അഴിച്ചു വിട്ടാൽ നമുക്കിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പാവം തോന്നിയിട്ട് അഴിക്കില്ലേ? അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓട്ടോ അതെടുക്കുക, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരും, പിന്നെ മൊത്തം ഒക്കെ നശിപ്പിക്കും. അപ്പോൾ കുറച്ചു നേരം കെട്ടിയിട്ടു. ഗായ്സ്, അമ്മ ഇതാ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അമ്മ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഇന്ന് ക്രിസ്മസ് ആയിട്ട് മാമന്റെ അവിടെ ഫംഗ്ഷൻ ഉണ്ട്. ശില്പ വന്നിട്ടില്ല കേട്ടാ. ശില്പ വന്നിട്ടില്ല. ശില്പ വന്നിട്ട് 6 മണിക്ക് ഞങ്ങൾ പോണം. ഇതൊന്നും റോബോട്ട് പറയുന്ന പോലെ പറയണേ. ഗായ്സ്, ശില്പ ഇവിടെ എത്താറായി വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ വിളിക്കാൻ പോവാണ്. ഇപ്പൊ വൈകിട്ട് സമയം 5 മണിയായി. ഗായ്സ്, ഒരാൾ ക്രിസ്മസ് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം. എന്താ ഇവിടെ വാ. ക്രിസ്മസ് ഇവിടെ വാ, ഇവിടെ വാ, വാടാ. റൂബി ഇതാ കരോളിന് പോകാനായിട്ട് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, തൊപ്പിയിട്ടിട്ട്. റൂബി ഇവിടെ നോക്ക്, വേണ്ടാ, ഇവിടെ വാ. എന്താ ഇവിടെ നോക്കിതാ. എന്താ ഇതാണ് അവസ്ഥ. റൂമിൻ്റെ തൊപ്പി കൊടുത്തപ്പോൾ ഫുള്ള് കടിച്ച് കേട് വരുത്തിയിട്ട് വേണ്ട. നോക്കമ്മാ കാണിക്കണേ. ഹായ്. സെറ്റ് ഇവിടെ നോക്ക്. ഇവിടെ നോക്ക്, ഇവിടെ നോക്കിതാ. അവിടെ ഇരിക്കി നീ ശരിക്കാ. ഇരിക്കി റൂബി. റൂബി ഇപ്പോൾ തൊപ്പിയൊക്കെ ഇട്ടപ്പോൾ റെഡിയായി. അപ്പോൾ ആള് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. തോട്ടിക്ക് നോക്കി ഇരിക്കുകയാണ് ആൾ, കണ്ണൊക്കെ കാണിച്ചിട്ട്. റവി, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഗായ്സ്, അപ്പോൾ നമ്മൾ മാമൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ എല്ലാം ആഘോഷിക്കുന്നുണ്ടാ, ക്രിസ്മസ്, വിഷു, അങ്ങനെ എല്ലാം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വൻ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം പുൽക്കോടും കാര്യങ്ങളൊക്കെ. കയറിയതും ക്രിസ്മസ് ട്രീ ആട്ടോ. അതെ, സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്റ്റാറ്. പിന്നെന്താണ് അവിടെ? അവിടെ വെറുതെ ഒരു ലൈറ്റ്, സ്റ്റാറ്. പിന്നെ പോയാൽ പുൽക്കൂടെത്തും. എല്ലാവരും ഉണ്ട്. യേശു കിടക്കുന്നുണ്ട്. ഇതില് ലൈറ്റ് കൊടുത്തിട്ടില്ല അല്ലേ? എത്ര മരത്തില്? ഈ മരത്തിൽ ലൈറ്റ് കൊടുത്തിട്ടില്ല അല്ലേ? സെറ്റ് എല്ലാവരും ഉണ്ട് ഗൈസ്. അമ്മ ഹായ്. അതാ പുൽക്കോട് നോക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത്ര നേരം കൂടിയിട്ടില്ല. നീ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും അല്ലേ? അപ്പൊ കേക്ക് മുറിക്കാൻ പോണേ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എന്ത് പാട്ടുണ്ട്? ഉല്ലാസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏത് വീഡിയോ കാണുന്നത്? ഇപ്പൊ ഏത് വീഡിയോ കാണുന്നത്? നമ്മുടെ അയ്യപ്പൻ വിളക്കിൻ്റെ. ഞാൻ ഇവിടെ കുറച്ച് ബിസിയിലാണ് ഗൈസ്. ഉല്ലാസ് ഇവിടെ ബ്ലോഗ് ഫേസ് കണ്ടിട്ട് ഉണ്ടാക്കി കളിക്കുകയാണ്. എന്താ ഉണ്ടാക്കി കാണിക്കേ? പറയോ? ശരി, ഇതെന്താ സാധനം മനസ്സിലായി ഗൈസ്? ഇത്
ഐസ് ബ്രേക്കർ ഐസ് ബ്രേക്കർ അത് ഇങ്ങനെ അടിക്കാൻ സെറ്റ്. അത് കല്ല് പണി കുടിക്കുക കല്ല് പണി അടിക്കുക. ഇത് അടിക്കണ്ടേ പൊട്ടുന്നില്ല. എന്നിട്ടാണ് നെക്സ്റ്റ് ഇത് ആക്സ് മരം പിടിച്ച് ഇങ്ങനെ നെക്സ്റ്റ് ഷെബോയാണ്. ഷെബോയാ എന്താണ്? മണ്ണിങ്ങനെ തോന്നുന്നു. അതിന് വേറെയാണ് രണ്ടെണ്ണം ഉണ്ട് ടൈപ്പ്. ഇതാ ഒരെണ്ണം ഇങ്ങനെ ആക്കി പിന്നെ കല്ലിട്ട് ഇടുന്നുണ്ട്. നെക്സ്റ്റ് ബാക്കി ഇത് നമ്മള് മറ്റേ തൊടിയിലൊക്കെ അങ്ങനെ ചെയ്യില്ലേ? തൊടിയില് കൈക്കോട്ടാ അങ്ങനെ ചെയ്യില്ലേ? പിന്നെ അവിടെയല്ലേ നമ്മള് മറ്റേ ശരി. ഇതിന്റെ രൂപം വെച്ചിട്ട് കൈക്കോട്ട പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചത്തു നോക്കി അപ്പൊ ഒന്നും കൂടി നമ്മൾക്ക് ചാവാണ്ടിരിക്കാൻ പറ്റും. അതാണ് ഈ സാധനം. അപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് ഇതൊന്ന് കൈ കൊടുത്താൽ മതി. അതിനെ തിരിച്ചു തരും. ഇത് പിഗാക്സ് ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ സോക്കാണ് ഇങ്ങനെ പിടിക്കുന്നത്. പിന്നെ ഇത് സ്നൈപ്പർ ഇങ്ങനെ വെടിവെക്കാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ അടുത്ത് ഉണ്ടാക്കി കാണിച്ചു തരും. ഇതൊക്കെ എന്തിന്റെ സംഭവം പറ? മൈൻക്രാഫ്റ്റിന്റെ ആണ് അല്ലേ? ഇത് കുറച്ച് മൈൻക്രാഫ്റ്റ്, കുറച്ച് ഫ്രീ ഫയർ മാക്സ് അത്രേ ഉള്ളൂ. കുറച്ച് റിയൽ ലൈഫ്. അത് കൈക്കോട്ടാ. അതാ ഈ മണ്ണൊക്കെ സെറ്റ്. നെക്സ്റ്റ് അടുത്ത എന്താ സെറ്റപ്പ്? എന്താണത്? ബ്ലോഗ്സ് ആണ്. ബ്ലോഗ്സ് അതുകൊണ്ടാണ് നീ കളി കൊട്ടിക്കോ. അടിപൊളി. എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് എന്തുണ്ടാക്കാനാണ്? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. എന്താ ഗൈസ് ഉല്ലാസ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ നോക്കണം അല്ലേ? എന്തൊരു ട്രീ ഒരു ചെറിയൊരു വളം തട്ടിവിട്ടാൽ ശരിയാവും പറയുന്നുണ്ട്. ഓക്കെ തട്ടിക്കോ. ഇനി എന്തുണ്ടാക്കാനാണ്? ഇതിപ്പോ തട്ടിവിടുക. ശരി ഓരോന്നായി തട്ടാം. ഉല്ലാസ് ഇവിടെ നെക്സ്റ്റ് ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? എല്ലാവരും അടിച്ചു പൊളിച്ചോ? നമ്മളെന്തായാലും ബൈ കേക്കൊക്കെ മുറിച്ചു. ഇനി ഇങ്ങനെ പോണു ഒരു ഫ്ലോയില്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ഉല്ലാസ് എന്താ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കുകയാണ്. വെള്ളയൊക്കെ കൊടുക്ക് ഇടയില്. മീശയും താടിയൊക്കെ കൊടുത്തു. എവിടെയോ കൊടുത്തു. അപ്പൂപ്പൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വീണു കേട്ടാ. എന്നിട്ട് വീണ്ടും ഉണ്ടാക്കാണ്. ഫസ്റ്റ് തുടങ്ങി പിന്നെ നിർത്തും പരിപാടി. അവിടെ നിർത്തും അല്ലേ? ഇനി നമുക്ക് അപ്പൂപ്പന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത്. കൈ അവിടെയാ കാലിന്റെ അവിടെ. തൊപ്പി ഓക്കെ സെറ്റ്. എങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി തുടങ്ങി? ഓ ചെറുപ്പം പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കുറെ ദിവസമായി. പിന്നെ ഉണ്ടാക്കാൻ പിന്നെ പ്രൊഫഷണലായി വളരെ വളരെ ഈസിയായി അല്ലേ? ഇതാ കണ്ട തൊപ്പിന്റെ അറ്റത്തുള്ള വെള്ള ഒക്കെ ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം അല്ലേ? എന്തായാലും സൂപ്പർ. കണ്ണൊക്കെ കാണിച്ചതാ. കറുപ്പ് 2 കണ്ണ്, തൊപ്പി, താടി, ഡ്രസ്സ്, കൈ, കാല് കാണാനില്ല. ഷൂ ഉണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാൻ പോവാ. ഫുൾ ഓഫ് സ്പെഷ്യലാണ്. ഒത്തിരി എവിടെ ഗൈസ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. വയറൊക്കെ ഫുള്ളായി അല്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? അതാ ഫുഡ് പൊറോട്ട, ചിക്കൻ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, പിന്നെ സോസ്, പത്തിരി, പിന്നെ ജാമൻ ബ്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ കഴിച്ചു. സെറ്റ് ആയിട്ടിരിക്കുകയാണ് എന്തായാലും ഇനി അടുത്തത് എന്റെ അച്ഛനടുത്തുണ്ട് ഐസ്ക്രീം. ഞങ്ങൾക്ക് വയ്യ. സ്പ്രൈറ്റ് സ്പ്രൈറ്റ് എല്ലാം കൂടെ വേറെ ഫുള്ളായി അല്ലേ? അപ്പൊ ഗൈസ് ബൈ. ഞങ്ങളെല്ലാരും മുൾമുനയെ നിർത്തിയിരിക്കുകയാണ് ഉല്ലാസ്. കാരണം ഇതൊരു പാട്ടാണ്, ഇത് കണ്ടുപിടിക്കണം. ഇതെന്താണ്? ബ്ലഡ്. ബ്ലഡ്. മുയൽ. മുയൽ. ആമ. ആമ. ആമ കുഞ്ഞനു ഫസ്റ്റ് ചോര കണ്ണു സെറ്റ്. ഞാനാണ്. അപ്പൊ എനിക്കൊരു അയ്യേ ഞാനാണ് ഫസ്റ്റ്. ഇനി അടുത്തത് പറയൂ. ഇത് മല അല്ല കടൽ. കടൽ. മനുഷ്യൻ. ഇതെന്താണ്? പുല്ല. കടൽ. 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 ഇതും കടൽ. ഇതെന്താണ്? കുട്ടി. കടൽ കുട്ടി. ഇത് കടലാ? പാട്ടുണ്ട് അങ്ങനത്തെ. കടൽ കടലമ്മക്കാരൻ അല്ലല്ലേ? കടലമ്മക്കാരൻ അല്ല, അതല്ല, അത് അപ്പഴേ പാടി. കടൽ കടൽ കടലാൾ. കടൽ കുഞ്ഞു കടലാ. ശരി അറിയില്ല. പാസ് പാസ് പാസ്. കടലിന്റെ മക്കളാ കടലിന്റെ മക്കളാ കടലിന്റെ. അതാ. അതിനെ വേണം നിനക്ക്. ഇനി അടുത്തത് ഇത് ഒരാള് പാടുന്നു, ഒരാളും ഇതെന്താണ്? അല്ലേ? ഇത് പാടുക. പാടുക. എന്തോ? കള്ള്. കല്ല് പൂമ്പാറ്റ. ഇതിനൊക്കെ ഇല്ലേ? ഇതിനെ വരയ്ക്കുന്നത് എന്താ അറിയോ? പാടുകന്ന്. ആള് പാടുക. അതിനൊക്കെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു കൊക്ക് ഇത് വരച്ചിരിക്കുന്നത്. പാടുക. കേൾക്കുന്ന ചെവി വരയ്ക്കും. ചെവി വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുത്ത്. പിന്നെ ട്യൂണിങ് വരയ്ക്കും. ഇതൊക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അതിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പറ. നീ പാസ് കൊടുക്ക. എന്നാലും അവൻ പറയുന്നു. കൊടുക്ക് വേഗം. അതാ ആലോചിക്കാണ്. പാട്. കല്ല് കടറ മുള്ള ചെടി പോലെ ഒരുത്തി എവിടെ? ആ മുള്ളിച്ചെടി വരച്ചിട്ടുണ്ട് കേട്ടാ. മുള്ളിച്ചെടി വരച്ചു. മുള്ളിച്ചെടി. ഓ ഇത് കല്ലാണിത്. കല്ല് കടുത്ത് കല്ല്. മുള്ളിച്ചെടി പോലെ. ഇതും പാടുക. ആള് പാടുക. ഒരാൾ പാടുക. ഇത് പാടുന്ന ആളിനെയും വരയ്ക്കും. കല്ല് കടറ മുള്ള ചെടി പോലെ അങ്ങനെ എല്ലാം വരയ്ക്കും. ഓക്കെ. കല്ല് കടറ മുള്ള ചെടി പോലെ അത് ഒരുത്തിയാണ് കേട്ടാ. ഇത് പാടുന്ന ആള്. ഒരുത്തി എവിടെ? ഇതാണ് ഒരുത്തി. അല്ല ഇത് ഒരുത്തി. കല്ല് കടറ മുള്ള ചെടി പോലെ ഒരുത്തി. പക്ഷെ ഇതിൽ എഴുതിയില്ലേ? ഓ കുഴപ്പമില്ല. സെറ്റ്. ശില്പയാണ് പാട്ട് വരയ്ക്കാൻ പോണം. അപ്പൊ ഞാനും ഉല്ലാസം ഇങ്ങനെ ഇരിക്കുന്നു. ഞാനിതാ വരച്ചിട്ടുണ്ട് എൻ്റെ പാട്ട്. ശില്പത വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെതാ നോക്ക്. നിങ്ങൾക്ക് കിട്ടണ്ട നോക്കി കേട്ടോ. അത് കിട്ടണ്ട. ഇതാ മത്തിയാണത്. കണ്ടുപിടിച്ചോ. ഇതാ ഫസ്റ്റ് ഇത് കണ്ടുപിടിച്ചോ. ഇതാ സ്റ്റാർട്ട്. ശില്പ കണ്ടുപിടിക്കേ. കുളിക്കാൻ പോണ്ടാ? പഠിക്കാൻ പോകും. പഠിക്കാൻ പോയത്. പ്ലസ് വണ്ണില് പഠിക്കാൻ പോയ പണ്ടൊന്നുമല്ല. ബുക്കിൽ എന്താ ഉള്ളത്? ബുക്കിലെഴുത്ത്. എന്തെഴുത്ത്? കഥ. രാജകുമാരൻ. എന്റെ പാട്ട് കറക്റ്റ്. ഒന്ന് കണ്ട അപ്പുറത്ത്. നെക്സ്റ്റ് എടുത്തോ? നെക്സ്റ്റ്. ദേഷ്യം. അതൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇവന്റെ തൂണ് കാറ്റത്താടുന്നത്. എക്സ്പ്രഷൻ നോക്ക്. ദേഷ്യം. ദേഷ്യാണത്. അറിയില്ല. നോക്ക. ഞെട്ടുക. വേഗം കണ്ടുപിടിക്കേ. ഇങ്ങനെയൊന്നും പാട്ടില്ല. എനിക്ക് രൂക്ഷമായി സൂക്ഷിച്ചു നോക്ക്. ഇപ്പൊ കിട്ടും. നല്ല അതിക്ക് സൂക്ഷിച്ചു നോക്കണം. ദേഷ്യമാണ് എന്നാ എക്സ്പ്രഷൻ. കലിപ്പ്. കട്ട കണ്ട ഇടയില്. ഓക്കെ. ശില്പ ഐസ്ക്രീം. ഞാൻ ശില്പന വരച്ചിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കണം. ഇത് കണ്ണും അല്ലേ ഫസ്റ്റ് രണ്ടെണ്ണം? കണ്ണും ഒരു ക്ലൂ പറയാം. ഈ രണ്ടും സെയിം വേർഡല്ല.
ഒന്ന് കണ്ണും ഇനി ഒന്നെന്ത് മൂക്കാ അങ്ങനെയല്ല ഒരെണ്ണം കണ്ണ് പക്ഷെ ഒരെണ്ണം അതല്ല ഇമ്പോർട്ടന്റ്. കണ്ണിന്റെ എല്ലാ ഇമ്പോർട്ടൻസ്. കരിമിഴി കുരുവിയെ കണ്ടില്ലേ? കരിമിഴിയുടെ കളവാണിക്കാർ കൂന്തല് കണ്ടപ്പോ ശരിയാണ് കേട്ടാ. തെറ്റി ഞങ്ങളുടെ ശില്പം വരച്ച് വെച്ചിട്ടുണ്ട്. എന്താണിത് ഇപ്പന്നെ കിട്ടിട്ടാ തീരുന്ന് പുഴമഞ്ഞ് പോവാം ഗൈസ്. അപ്പൊ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു, ഇനി പോവാണ്. ബൈ ബൈ ഗൈസ്, ബൈ ഗൈസ്. അപ്പൊ നമ്മൾ തിരിച്ച് വീടെത്തിണ്ട്. ക്രിസ്മസ് പരിപാടിയൊക്കെ ഗംഭീരമായി, അടിച്ചു പൊളിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.